ഹലോ നമസ്കാരം. ഞങ്ങളെ ടൈൽ മാസ്റ്റേഴ്സ് തലശ്ശേരി കേട്ടോ. അപ്പൊ ഞാനിന്ന് പറയുന്നത് നമ്മുടെ കമന്റിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല പണിക്കാരെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ സെലക്ട് ചെയ്യാന്ന്. അപ്പൊ അതിനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഇപ്പൊ നിങ്ങൾ വീട് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടില് മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ചെയ്യണം, അതുപോലെ ഗമ്മി ചെയ്യണം. ചില ആൾക്കാർ ഇതിനെല്ലാം മുടക്കം പറയും. ഇപ്പൊ ഗമ്മി ചെയ്യണം എന്ന് പറയുമ്പോൾ പറയും അയ്യോ ഗമ്മി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് സാധാ സിമെന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 45 അടിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ പറയും അയ്യോ ഗ്രാനൈറ്റിന്റെ കോണ് പൊട്ടിപ്പോവും, വക്ക് പൊട്ടിപ്പോവും. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് പണി അറിയില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയോട് ആത്മാർത്ഥമുള്ള ഒരുത്തിനും ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നവർ എന്ത് റിസ്ക് വർക്ക് കൊടുത്താലും അവർ പറയാം നമുക്ക് ചെയ്ത് നോക്കാന്നുള്ള രീതിക്കാട്ടോ പറയും. ഒരിക്കലും അതിന് എതിര് പറയാൻ നിൽക്കൂല. പണിയോട് ആത്മാർത്ഥതയും അത്രയും നല്ല നീറ്റിൽ എടുക്കുന്നവരെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവരെന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും വാലി വലിച്ചൊട്ടിച്ച് പൈസ മേടിച്ച് കൊണ്ടുവരാൻ നോക്കുക. ഇപ്പൊ കോൺട്രാക്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഏതെങ്കിലും പണിക്കാരെ ഇട്ട് ചെയ്യിക്കുന്നോണ്ടാണ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയുമ്പോൾ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന പണിക്കാരാണ് യഥാർത്ഥ പണിക്കാര്. അങ്ങനെയുള്ളവർക്ക് പണി അറിയാവും, അവരെ വർക്ക് നല്ല നീറ്റായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൈസ നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.